ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗംഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം പഠിക്കുകയാണ് നമ്മൾ. നാരായണീയത്തിലെ 6ാം ദശകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഭഗവാന്റെ വിരാട് രൂപം വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് ഭട്ടതിരിപ്പാട്. അത് ആസ്വദിച്ചുകൊണ്ട് 6 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി 7ാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഭഗവാന്റെ ശരീരഭാഗങ്ങളെ ഈ പ്രപഞ്ചത്തിലെ ഓരോന്നുമായിട്ട് താരതമ്യപ്പെടുത്തുക, അല്ലെങ്കിൽ ഇതാണ് ഈ ഭഗവാന്റെ ഈ ശരീരഭാഗമാണ് പ്രപഞ്ചത്തിൽ ഈ വസ്തുവായി മാറിയിരിക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് ഭട്ടതിരിപ്പാട് ചെയ്യുന്നത്. നമ്മളത് പറഞ്ഞു. പലതും നമ്മുടെ കുഞ്ഞു മനസ്സിന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടും ചിന്തിക്കാൻ വേണ്ടിയിട്ടും ഭഗവാൻ എങ്ങനെയാണ് ആ വലിയ പ്രപഞ്ചമായി മാറിയിരിക്കുന്നത് എന്ന് സങ്കല്പിക്കാനൊക്കെ വേണ്ടിയിട്ട് സരളമായിട്ട് പറഞ്ഞു തരികയാണ്. അതുപോലെയാണെന്ന് നമ്മളങ്ങ് വിശ്വസിക്കേണ്ടതില്ല. എന്നാൽ ആ വലിയ ആകാരം നമ്മുടെ മനസ്സിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായകരമാവും എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ഈ ശ്ലോകങ്ങളെ കാണണമെന്ന് നമ്മൾ പലവട്ടം പറഞ്ഞു. ചിന്തിക്കുന്ന സമയത്ത് ഭഗവാന്റെ കാൽപാദമാണിത്, ഭഗവാന്റെ ശരീരത്തിലെ തലാഭാഗം ഇതാണ്, മൂക്ക്, ശ്വാസം ഒക്കെ നമ്മൾ കണ്ടു. ഒന്നും വിടാതെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഭഗവാന്റെ ശരീരത്തിലെ ഭാഗങ്ങളുണ്ട് അല്ലേ? ആ ഭാഗങ്ങൾ വെച്ചിട്ട് ഇനി ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാണ്. 7ാമത്തെ ശ്ലോകം കേട്ടു നോക്കുക. എന്നിട്ട് നമുക്ക് വിശദീകരണത്തിലേക്ക് പോവാം. പൃഷ്ഠം ത്വധർമ്മ ഇഹ ദേവ മനഃസുധാംശുരവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷി സമുദ്രനിവഹാവസനം തു സന്ധ്യേ ശേഫഃ പ്രജാപതിരസൗ വൃഷണൗ ച മിത്രഃ. പൃഷ്ഠഃ തു അധർമ്മഃ ഇഹ ദേവ മനഃ സുധാംശുഃ അവ്യക്തം ഏവ ഹൃദയാംബുജം അംബുജാക്ഷ കുക്ഷിഃ സമുദ്രനിവഹാഃ വസനം തു സന്ധ്യേ ശേഫഃ പ്രജാപതിഃ അസൗ വൃഷണൗ ച മിത്രഃ. ഇവിടെ ഭഗവാനെ അഭിസംബോധന ചെയ്തിരിക്കുന്ന 2 വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ്. അതെനിക്ക് എന്തോ വലിയ ഇഷ്ടമാണ്. ഭഗവാൻ ഇങ്ങനെ ഓരോ പേരെടുത്ത് വിളിക്കുന്നത് കേൾക്കുമ്പോൾ നല്ലൊരു സന്തോഷം തോന്നും. ഓരോ ശ്ലോകത്തിലും ഓരോ പേരുകളാണ് ഭട്ടതിരിപ്പാട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ വിളിച്ചിരിക്കുന്നത്? അംബുജാക്ഷ ദേവ എന്നാണ് പറയുന്നത്. അംബുജാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ താമര ഇതളുകൾ പോലെ മനോഹരമായ കണ്ണുകളുള്ളവനെ ഹേ ദേവാ എന്ന് വിളിച്ചിട്ടാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? പൃഷ്ഠഃ തു അധർമ്മഃ. ഈ പ്രപഞ്ചത്തിൽ ധർമ്മം മാത്രമല്ല ഉള്ളത് അല്ലെ, അധർമ്മം കൂടെ ഉണ്ട്. അപ്പൊ അതും ഭഗവാൻ ആവണ്ടേ? അയ്യോ, ഭഗവാൻ നല്ലത് മാത്രവും അധർമ്മം ഇനി വല്ല പിശാചുക്കളും ഉണ്ട്. പലരും പറയുന്നതാണ് ഈശ്വരൻ ഉണ്ടെങ്കിൽ, ദൈവമുണ്ടെങ്കിൽ പിശാചും ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിശാചാണോ അതൊക്കെ സൃഷ്ടിച്ചത് എന്നൊക്കെ ചോദിക്കേണ്ടി വരും. ഇവിടെ ഭഗവാൻ തന്നെയാണ് അധർമ്മവും. ഭഗവാന്റെ പൃഷ്ഠമാണ് അധർമ്മം എന്ന് പറയുന്നത്. നമ്മൾ എല്ലാം ഭഗവാനാണ് എന്നുള്ള ആ ഉറച്ച ബോധ്യത്തിൽ ഇരുന്നു കൊണ്ട് വേണം നമ്മൾ നാരായണീയമാവട്ടെ,
നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളാവട്ടെ എല്ലാം പഠിക്കാൻ. അധർമ്മം എന്ന് പറയുന്നതും ഭഗവാന്റെ ഭാഗമാണ്. അതിൽ നിന്ന് വേറിട്ടിട്ട് മറ്റൊന്നുമില്ല എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഭഗവാന്റെ പൃഷ്ഠമാണ് അധർമ്മം എന്ന് പറയുന്നത്. ഇഹ ദേവ, ഇവിടെ ദേവ മനഃ സുധാംശു, മനസ്സ് സുധാംശുവാണ്, ചന്ദ്രനാണ്. ആ നിലാവെളിച്ചം ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുന്ന ആ ചന്ദ്രനാണ് ഭഗവാന്റെ മനസ്സ് എന്ന് പറയുന്നത്. അവ്യക്തം ഏവ ഹൃദയാംബുജം, അംബുജാക്ഷ, ഹേ അംബുജാക്ഷ, അവ്യക്തം ഏവ ഹൃദയാംബുജം. ഹൃദയാംബുജം എന്ന് പറയുന്നത് ഭഗവാന്റെ ഹൃദയകമലം, അല്ലെ ഹൃദയമാകുന്ന താമര അവ്യക്തമാണ്. എന്താണ് അവ്യക്തം എന്ന് പറയുന്നത്? മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സത്വ രജ തമോ ഗുണങ്ങളൊക്കെ സാമ്യാവസ്ഥയിൽ നിൽക്കുന്ന ആ രുദ്ധവികാരമായിട്ടുള്ള പ്രകൃതിയെയാണ് നമ്മൾ പറയുന്നത് അവ്യക്തം എന്ന്. ആ അവ്യക്തമാണ് ഭഗവാന്റെ ഹൃദയമാകുന്ന കമലം എന്നാണ് പറയുന്നത്. കുക്ഷി സമുദ്രനിവഹാഹ, കുക്ഷി ഭഗവാന്റെ വയറ്, അത് നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അല്ലെ. താഴെ മുതൽ ഇങ്ങനെ വർണ്ണിച്ചു വരുമ്പോൾ വയറെന്താണെന്ന് പറഞ്ഞിട്ടില്ല. പറയാണ് ഭഗവാന്റെ വയറ് എന്ന് പറയുന്നത് സമുദ്രനിവഹാഹ, സമുദ്രങ്ങളാണ്. ഒരുപാട് സമുദ്രങ്ങളുണ്ട് അല്ലെ. നമ്മൾ പറയുന്ന ഒറ്റ സമുദ്രമാണ്, എല്ലാം കൂടെ ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ നമ്മൾ പല പല പേരുകളിൽ സമുദ്രങ്ങളെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഭഗവാന്റെ ആ വയറാണ് സമുദ്രങ്ങളായിട്ട് നിൽക്കുന്നത്. വസനം തു സന്ധ്യേ, വസനം ഭഗവാന്റെ വസ്ത്രം എന്ന് പറയുന്നത് 2 സന്ധ്യകളാണ്. ആ മഞ്ഞപ്പട്ടാണ് അല്ലെ. രാവിലെയും വൈകുന്നേരവും ആകുന്ന സമയത്ത് സൂര്യാസ്തമയവും സൂര്യോദയവും, പ്രഭാത സന്ധ്യയും സായം സന്ധ്യയുണ്ട്. ആ 2 സന്ധ്യകളാണ് ഭഗവാന്റെ വസ്ത്രം. മഞ്ഞപ്പട്ടുടുത്തിരിക്കുന്ന ഭഗവാനെ നമുക്കറിയാമല്ലോ, നല്ല ഒരു കാവി കലർന്ന മഞ്ഞ നിറത്തിലാണ് ആകാശം ഉണ്ടാവുക. അതാണ് കവി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഭഗവാന്റെ വസ്ത്രമാണ് ഈ 2 സന്ധ്യകൾ എന്ന് പറയുന്നത്. ശേഭ പ്രജാപതി, ശേഭം ഭഗവാന്റെ ലിംഗമാണ് പ്രജാപതി എന്ന് പറയുന്നത്. ബ്രഹ്മാവാണ് പ്രജാപതിയുടെ, അതിലൂടെയാണ് സകല സൃഷ്ടിയും നടക്കുന്നത്. അതുകൊണ്ട് പറയാണ് ഭഗവാന്റെ ലിംഗമാണ് പ്രജാപതിയായിട്ടിരിക്കുന്നത്. സകല സൃഷ്ടിയും നടന്നുകൊണ്ടിരിക്കുന്നത്, നടക്കാൻ പോകുന്നത് ഇനിയെല്ലാം ഈ ഭഗവാന്റെ ലിംഗത്തിലൂടെയാണ് എന്ന് പറയാണ്. അസൗ വൃഷണൗ ച മിത്ര, ഭഗവാന്റെ 2 വൃഷണങ്ങൾ എന്ന് പറയുന്നത് സൂര്യനാണ് എന്ന് പറയുന്നു. എന്താണ് സൃഷ്ടിക്ക് വേണ്ട ഊർജം ഭൂമിയിലൊക്കെ നമുക്ക് നൽകുന്നത് എന്താണ്? സൂര്യനാണ്. അതുകൊണ്ട് വൃഷണമായിട്ട്, ഭഗവാന്റെ വൃഷണമായിട്ട് സൂര്യനെ ഉപമിച്ചിരിക്കുകയാണ്. നോക്കൂ, ഭഗവാൻ അല്ലാതെ, ഭഗവാന്റെ ശരീരഭാഗങ്ങളല്ലാതെ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കാണാനും അനുഭവിക്കാനും കേൾക്കാനും ഒന്നുമില്ല. എല്ലാ ഭാഗങ്ങളും ഭട്ടതിരിപ്പാട് പ്രപഞ്ചത്തിൽ ഓരോന്നുമായിട്ട് അങ്ങ് ബന്ധപ്പെടുത്താണ്. നമ്മുടെ ചിന്തകൾ അങ്ങനെ പോണം. ഭഗവാനെ സ്മരിക്കുന്ന സമയത്ത് എല്ലാ ശരീരഭാഗങ്ങളും പ്രപഞ്ചത്തിൽ ഓരോന്നായിട്ട് മാറിയിരിക്കുന്നു. ചിന്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തരികയാണ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചോളൂ എന്ന് പറയാണ്. എങ്ങനെയാണിപ്പോൾ ആ ഭഗവാൻ ഇത്രയും വലിയ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നത് എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഈ ഭാഗം, നാരായണീയത്തിലെ ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കൂ. അപ്പോൾ കുറച്ചൊക്കെ ചിന്തിക്കാനുള്ള ഒരു ക്ലൂ എന്ന് പറയില്ലേ, ആ ക്ലൂ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അത് മനസ്സിലിട്ടുകൊണ്ട്, മനസ്സിലങ്ങനെ സ്മരിച്ചുകൊണ്ട് ഈ ശ്ലോകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശാലമായിട്ടുള്ള ആ രൂപം നമ്മുടെ ഉള്ളിലേക്ക് വരും. അപ്പോഴാണ് അങ്ങനെ ചിന്തിച്ചിട്ടാണ് സന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. അങ്ങനെയൊക്കെയുള്ള ഭാവത്തിലേക്ക് പോവാ അല്ലേ. സാന്ദ്രമായ ആനന്ദ അവബോധമായിട്ട് നിൽക്കുന്ന ഭഗവാനെ എന്ന് ചിന്തിക്കണമെങ്കിൽ പുഴ എന്താണ്, കടലെന്താണ്, ഭൂമി എന്താണ്, സൂര്യൻ എന്താണ്, ചന്ദ്രൻ എന്താണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. എന്നിട്ട് നമുക്ക് വലിയ കാഴ്ചപ്പാടിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കണം. എന്താണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ആ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം, ഒന്ന് ഏറ്റു ചൊല്ലു, എന്നിട്ട് നമുക്കൊന്നുകൂടെ വിശദീകരിച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഏറ്റു ചൊല്ല.
പൃഷ്ഠന്ത്വധർമ്മ ഇഹ ദേവ മനഃ സുധാംശു അവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷി സമുദ്രനിവഹാവസനം തു സന്ധ്യേ ശേഫഃ പ്രജാപതിരസൗ വൃഷണൗ ച മിത്രഃ. ഹേ അംബുജാക്ഷ ദേവ, നിന്തിരുവടികളുടെ ആ പൃഷ്ഠമെന്ന് പറയുന്നത് അധർമ്മമാകുന്നു. സുധാംശുവായിട്ട് നിൽക്കുന്നത്, ചന്ദ്രനായിട്ട് നമുക്ക് നിലാവ് പകർന്നുകൊണ്ടിരിക്കുന്നത് ഹേ ദേവ അങ്ങയുടെ മനസ്സാണ്. ഹൃദയാംബുജം, അങ്ങയുടെ ഹൃദയാംബുജമാണ് അവ്യക്തമായിട്ട് സകല ത്രിഗുണങ്ങളെയും സാമ്യാവസ്ഥയിൽ നിർത്തിയിരിക്കുന്ന ആ പ്രകൃതി ഭാവമായിട്ട് നിൽക്കുന്നത് അങ്ങയുടെ ഹൃദയ കമലമാണ് ഹേ അംബുജാക്ഷ. ഭഗവാന്റെ വയറ് കുക്ഷി എന്ന് പറയുന്നത് സമുദ്രങ്ങളാണ്, വസ്ത്രങ്ങളാണ്, ഭഗവാന്റെ വസ്ത്രമാണ്. സായം സന്ധ്യയായും പ്രഭാത സന്ധ്യയായിട്ടും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന രണ്ട് സന്ധ്യകളായിട്ട് നിൽക്കുന്നത്. ശേഫഃ പ്രജാപതി, ഭഗവാന്റെ ലിംഗം എന്ന് പറയുന്നത്, ഹേ ഭഗവാനെ നിന്തിരുവടികളുടെ ലിംഗം എന്ന് പറയുന്നത് പ്രജാപതിയാണ്. സകല സൃഷ്ടിക്കും ആധാരം ഈ പ്രജാപതിയായ ബ്രഹ്മദേവനാണ്. ആ ബ്രഹ്മാവാണ് അങ്ങയുടെ ലിംഗമായിട്ട് നിൽക്കുന്നത്. ഈ ഭഗവാന്റെ രണ്ട് വൃഷണങ്ങൾ എന്ന് പറയുന്നത് സൂര്യനാണ്. സൃഷ്ടിക്ക് വേണ്ട സകല ഊർജവും നൽകിക്കൊണ്ടിരിക്കുന്ന ആ സൂര്യനാണ് ഭഗവാന്റെ വൃഷണങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പുരുഷന്റെ ശരീരത്തെ പ്രപഞ്ചവുമായിട്ട് അങ്ങനെ ബന്ധപ്പെടുത്തി വരികയാണ്. അതാണ് വിരാട് പുരുഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത് എന്ന് വിചാരിക്കാം. ഭഗവാന്റെ ആ രൂപത്തെ നമുക്ക് സങ്കല്പിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ രൂപത്തിൽ പറഞ്ഞിരിക്കുകയാണ്. രസകരമായിട്ട് അതിനെ ആസ്വദിക്കുക, ചിന്തിക്കുക. എന്നാൽ അതിലും കുടുങ്ങാതെ സാന്ദ്രാനന്ദാവബോധാത്മകമാണ് ഭഗവാന്റെ രൂപം എന്നുള്ള ചിന്തയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് ഓരോ ശ്ലോകം ചൊല്ലുമ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ആ കുഞ്ഞു രൂപത്തിൽ നിന്ന് ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള സൂര്യസ്പർദ്ധികിരീടമൂർധ്വതിലക എന്ന് തുടങ്ങിയിട്ട് ഭഗവാന്റെ പാദം വരെ വർണ്ണിച്ചു പോയ ആ ശ്ലോകങ്ങളില്ലേ, അതിൽ നിന്ന് ഒരു പടി മേലോട്ടായിട്ട് പ്രപഞ്ചത്തെ സങ്കല്പിക്കാൻ വേണ്ടി പറഞ്ഞു തരികയാണിത്. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകം കൂടെ നമ്മൾ പഠിച്ചിരിക്കുകയാണ്. പഠിക്കുക, ചൊല്ലി പഠിക്കുക, എല്ലാവരും ചൊല്ലി അയക്കുക. വളരെ പതുക്കെ സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി ആ ഭട്ടതിരിപ്പാട് ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രീതിയിൽ നമുക്കതിനെ ചർച്ച ചെയ്തിട്ട് പോകാൻ വേണ്ടി സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. എന്നാൽ ആ കവിയുടെ ഭാവന എത്ര ഗംഭീരമായിട്ടാണ് പോയിരിക്കുന്നതെന്ന് നോക്കൂ. പ്രപഞ്ചത്തിൽ ഒന്നിനെയും വിടുന്നില്ല, ആ ഭഗവാൻ ശരീരത്തിൽ ഒന്നിനെ പോലും വിട്ടുകളയുന്നില്ല. എല്ലാത്തിനെയും മറ്റൊന്നുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറഞ്ഞു തരികയാണ്. കുഞ്ഞു മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലെ നമുക്ക് ആചാര്യൻ പറഞ്ഞു തരികയാണ്. അതാണ് നാരായണീയത്തിൻ്റെ മാഹാത്മ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും നന്ദി. ഇനി അടുത്ത ശ്ലോകമായിട്ട് ഇനി ഒരു ദിവസം കാണാം. നമസ്തേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ